ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തനം 27 അതിൻ്റെ 4-ാം വാക്യമാണ്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 27-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അത് ഭയരഹിതമായ ഒരു ദൈവാശ്രയത്തിൻ്റെ പ്രബോധനത്തെ നമുക്ക് തരുന്നതാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത് എഴുതുവാനുണ്ടായ സാഹചര്യം രണ്ടായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത്. ഒന്ന്, ദാവീദ് ശൗലിൽ നിന്ന് നിരന്തരമായി ഭയപ്പാടോടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും, രണ്ടാമത് തൻ്റെ സ്വന്തം പുത്രനായ അബ്ശാലോമിനെ ഭയപ്പെട്ട് കഴിയുന്ന വേളകളിലും, ഇതിലേതെങ്കിലും സാഹചര്യത്തിലായിരിക്കാം ഇത് രചിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തോട് യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുക. എന്തായിരുന്നു അപേക്ഷിച്ചത്? തൻ്റെ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും പാർക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. ദാവീദിന് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ലയോ? നമുക്കറിയാം, അനർത്ഥങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും ഉടനീളം ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. സ്വന്തം അരമനയിൽ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ പാർക്കുവാൻ അദ്ദേഹത്തിന് വിരളമായ സമയമേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ അതിനു മുൻപും അദ്ദേഹത്തിൻ്റെ ആശ്രയം വെച്ചിരുന്നത് ഒന്നിൽ മാത്രമായിരുന്നു, അത് ദൈവത്തിലായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആപത്തുകൾ നേരിട്ടാലും അതിൽ നിന്നൊക്കെയും വിടുതൽ ദൈവം കൊടുക്കും, തീർച്ചയാണ്, അതിന് സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മിൽ ആശ്രയിക്കുന്നു. കാരണം അവർക്കൊന്നുമില്ല, ഒരു നിബന്ധനയുമില്ല. അവർ ശിശുവായിരിക്കുന്ന സമയങ്ങളിൽ അവർക്കൊന്നും അറിയില്ല. അവരുടെ മാതാപിതാക്കളോട് സ്നേഹത്തിൽ സന്തോഷത്തിൽ അവർ കഴിയുമ്പോൾ നമ്മിൽ മാത്രമാണ് അവർ ആശ്രയം വയ്ക്കുന്നത്. അതുപോലെ നാം ആശ്രയം വയ്ക്കേണ്ടത് ഒരു വ്യക്തിയോളൂ. ഈ ലോകത്തിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ മഹിമകളിലോ പ്രതാപത്തിലോ ഒന്നിലുമല്ല ആശ്രയം വയ്ക്കാനുള്ളത്. നാം ദൈവത്തിൽ മാത്രമാണ് ശരണപ്പെടുകയും ആശ്രയം വയ്ക്കേണ്ടിയും ചെയ്തത്. അത് ഏത് കഷ്ടതയായിക്കോട്ടെ, അത് തീച്ചൂളയാകട്ടെ, ഏത് അനുഭവമായിരുന്നാലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മോടിപ്പം ദൈവം ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ആൻസർ പറയാൻ കഴിയുമോ? അപ്പോൾ നാം പറയും, അപ്പോൾ ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഈ ലിസ്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കാര്യം പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടി ഓടി വരുന്നത്. എന്തൊക്കെയാണ്? പ്രധാനമായും നാം ആഗ്രഹിക്കുന്നത് ഭൗതിക നന്മകളാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം നെട്ടോട്ട് ഓടുന്നതും. അതായിരിക്കും. എന്നാൽ ശലോമോനോട് ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞത് എന്തായിരുന്നു? ശലോമോൻ ഈ ജനത്തെയൊക്കെയും ഭരിക്കേണ്ടതിനുള്ള ജ്ഞാനം ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നമ്മുടെ ആലോചന? നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? നമ്മളോട് ചോദിച്ചാൽ അതിന് നാം എന്തായിരിക്കും മറുപടി പറയുന്നത്? ഇവിടെ ദാവീദ് പറയുന്നു, ദാവീദിന് ദൈവത്തിൻ്റെ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും വസിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കണം എന്ന് പറയുമ്പോൾ നാം 24 മണിക്കൂറും ദൈവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു ആ ചിന്തയല്ല നമ്മിൽ കടന്നു വരേണ്ടത്. നമുക്കറിയാം, പഴയ നിയമകാലങ്ങളിൽ ശമൂവേൽ ബാലനെ ദൈവാലയത്തിൽ കൊണ്ടാക്കി. കാരണം അന്ന് അവനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട പൈതലായിരുന്നു. അങ്ങനെയായിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ എത്ര കുഞ്ഞുങ്ങളുണ്ടാകും? എത്ര കുഞ്ഞുങ്ങളെയാണ് നാം സമർപ്പിക്കുന്നത്? ആരെയാണ് സമർപ്പിക്കാറുള്ളത്? എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മക്കളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം അതിന്മേൽ അവൻ്റെ നന്മകളൊക്കെയും ദൈവം തന്നെ നോക്കിക്കണ്ട് അവന് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായി നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദൈവാലയത്തിൽ സ്ഥിരമായി വസിക്കുവല്ല. എന്താണ് ഈ ആലയം? എവിടെയാണ് ഈ ആലയം? 1 കൊരിന്ത്യർ 3:16 പറയുന്നുണ്ട്, 3:16 നിങ്ങൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം എന്താണ്? നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. നമ്മിലാണ് ദൈവം വസിക്കേണ്ടത്. നമ്മുടെ ശരീരമാകുന്ന ഈ മന്ദിരത്തിൽ ദൈവം വസിക്കണമെങ്കിൽ അത് എത്രമാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. നമുക്ക് കടന്നു വരുന്ന ഓരോ അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കണം, എന്താണ് എന്നിലുള്ള കുറവ്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെ മറ്റുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി അതിനകത്ത് നമ്മൾ ചിന്തിക്കുവാനോ, നമ്മുടെ ആ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് നമുക്കെന്താണ് വരുന്നതെന്ന് നാം അതിലോ
അതിനകത്ത് ഭാരപ്പെട്ടിരിക്കുവാനും അല്ല, എന്നാൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മെ ഒന്ന് അവലോകനം ചെയ്യുക. നമ്മിൽ എന്താണ് കുറ്റങ്ങളും കുറവുകളും ഉള്ളത്, അതിനെ കൊണ്ടുവന്ന് അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാനസാന്തരത്തിൻ്റെ ആ പാഠം ഒന്നേന്ന് നമ്മിലാണ് തുടങ്ങേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിലല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലല്ല, അതൊന്നും നമുക്ക് ചേർന്നതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം നാം ആണെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വസിക്കുവാൻ, ദൈവത്തിന് ആലയത്തിൽ വസിക്കുവാൻ ദൈവത്തിന് യോഗ്യത കൊടുക്കുന്നുണ്ടോ? നാം ഒരു ഭവനം പണിത് അതിൽ 4 ചുവരുണ്ടാക്കി അത് ഒരു പെയിൻ്റ് അടിച്ച് വെച്ചതുകൊണ്ട് അതിൽ വാസയോഗ്യമാകുന്നില്ല. എന്നാൽ അത് വസിക്കണമെന്ന് അതിൻ്റേതായ ചട്ടക്രമങ്ങളും ഒക്കെ ഉണ്ട്. അപ്രകാരം ദൈവത്തിന് നമ്മിൽ വസിക്കണമെങ്കിൽ ഈ മന്ദിരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തയാകട്ടെ, നമ്മുടെ പ്രവൃത്തിയാകട്ടെ ഒന്നും ദൈവത്തിന് നിരക്കാത്തതാകരുത്. എപ്പോഴും ദൈവ പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുവാനാണ് നാം എപ്പോഴും പ്രേരിപ്പിക്കപ്പെടേണ്ടത്. നമ്മുടെ ചിന്തകൾ അപ്രകാരമായിരിക്കണം. 1 കൊരിന്ത്യർ 6:19 ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതാണ് ദാവീദ് പറയുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ മുഖം കാണണം, ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും പാർക്കണം. എന്തുകൊണ്ടാണ്? അവിടുന്ന് ഒരു കൽപ്പന വരുന്നു, നീ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന അവങ്കിൽ നിന്ന് പുറപ്പെടുന്നു. ആ മുഖം അന്വേഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ മുഖം അന്വേഷിക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? കാരണം ആ മുഖം എന്തിൻ്റെയാണ്? കരുണയുടെ മുഖമാണ്, വാത്സല്യത്തിൻ്റെ മുഖമാണ്, അത് സ്നേഹത്തിൻ്റെ മുഖമാണ്. അതാണ് റോമർ ലേഖനത്തിൽ പറയുന്ന പോലെ ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും അല്ല, എന്നാൽ കരുണ തോന്നുന്ന ദൈവത്താലല്ലേ സകലവും സാധിക്കുന്നത്. അപ്പോൾ കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ ആ മുഖം അന്വേഷിക്കുവാനാണ് നാം വെമ്പൽ കൊള്ളേണ്ടത്. എപ്പോഴും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും ആദ്യം പോയി പലരോടും പറഞ്ഞ് അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പന്താടുവാനുള്ളതല്ല. എന്നാൽ ആദ്യം പോയി സമർപ്പിക്കേണ്ട ദൈവസന്നിധിയിലാണ്. അവൻ്റെ മുഖം അന്വേഷിപ്പീൻ. കൊലോസ്യർ ലേഖനത്തിൽ പറയുന്ന പോലെ നാം അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കണം. അതാണ് നമുക്ക് ചുറ്റും ഈ പ്രയാസങ്ങളൊക്കെയും കാണുമ്പോൾ, അല്ലെ മല പോലെ പ്രശ്നങ്ങൾ നമുക്ക് എതിരായിട്ട് വരുമ്പോൾ, എന്നാൽ അതിനെയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട് എന്ന ആ ഒരു ആശ്രയം, ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ദാവീദ് ആ ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെയും വന്ന് നെട്ടോട്ട് ഓടുകയാണ്. ഓരോ സമയങ്ങളിലും ഗുഹകളിൽ പോയി വസിച്ചപ്പോഴും മറ്റുള്ളവരെ കരുതുവാൻ അദ്ദേഹം അതിനൊന്നും ഒരു തെറ്റായിട്ട് അല്ലെ ഒരു അരുത് എന്ന് പറഞ്ഞില്ല. തൻ്റെ കൂടെ വന്നവരൊക്കെയും എന്തുവാ ദാവീദിനെ ആശ്രയിച്ച് വന്നവരാണ്. അവരെ കരുതി ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് തന്നെ നിൽപ്പാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. എങ്കിൽ പോലും അവർക്കൊക്കെയും അശരണരായി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നവരെ ഒരിക്കലും അദ്ദേഹം കൈവിട്ടില്ല. അതുപോലെ പ്രയാസങ്ങളുടെ നടുവിലും മറ്റുള്ളവരെ കരുതുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവഹിതമല്ലാത്ത ഒന്നും നാം ചെയ്യുവാൻ പാടില്ല. ദൈവത്തെ നമ്മുടെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുകയും നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ, ഉള്ളിലെ ആത്മാവിനെ നാം അനുദിനം വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അത് നമ്മൾ ബാഹ്യമായ ആ ശരീരത്തിന് വേണ്ടി എന്തെല്ലാം പ്രക്രിയകൾ നമ്മൾ ചെയ്യുന്നു, അതിനെ പോഷിപ്പിക്കുവാൻ നാം എന്തെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നാൽ ആന്തരിക ആത്മാവിനെ, ആന്തരിക മനുഷ്യനെ വളർത്തുവാൻ നാം എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. അതിനാണ് അവിടെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, അതെ, ദൈവത്തിൻ്റെ മുഖം കാണുവാൻ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഒക്കെയുമുള്ള ഒരു പ്രേരണയാണ് നമുക്കുണ്ടാകേണ്ടത്. എക്സ്ക്യൂസ് മീ. അതെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോവുകയില്ല. അവനെ കരുതുവാൻ ദൈവം എപ്പോഴും കൂടെയുണ്ടാകും. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ആലയമാവുന്ന നമ്മുടെ ഈ ശരീരത്തെ എപ്പോഴും പോഷിപ്പിക്കുവാനുള്ള ശ്രമത്തിലല്ല, എന്നാൽ അത് ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമാകുന്ന രീതിയിൽ അതിനെ ആക്കി തീർക്കണം. ദൈവം ഒരു അശുദ്ധിയിലും വസിക്കുകയില്ല. ആയതിനാൽ നമ്മിലുള്ള അശുദ്ധി എന്താണെന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. നാം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് തിരിച്ച് എന്തെങ്കിലും പ്രതിഫലം കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ അത് ചെയ്യുന്നത്, അതോ നാം നിഷ്കളങ്കരായിട്ടാണോ ഇതൊക്കെയും ചെയ്യുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ വളർത്തണമെങ്കിൽ നമ്മൾ ഒരു അശുദ്ധിയും പാടില്ല. നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്നാണ് എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അതേ ആവത്തും അനർത്ഥവും ഒക്കെയും വന്നാലും നാം പതറിപ്പോകാതിരിക്കണമെങ്കിൽ പരിപൂർണമായ ഒരു ആശ്രയം ദൈവത്തിൽ തന്നെ വയ്ക്കണം. ദൈവത്തെ നമ്മുടെ ഉള്ളിൽ
വസിപ്പിക്കണം. ദൈവം ആ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ആ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശുദ്ധി നമ്മിലുണ്ടോ എന്ന്, കളങ്കമില്ലാത്ത ഒരു ഹൃദയമാണോ നമുക്കുള്ളത് എന്ന് നാം ശോധന ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങയിൽ ദൈവത്തിൽ ശരണപ്പെട്ട് ആ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പരീക്ഷനെ വിളിച്ച പോലെ വെള്ളതേച്ച ചുവരെ എന്ന് നമ്മളെ സംബോധന ചെയ്യുകയുള്ളൂ. കാരണം നാം പുറമെ മറ്റുള്ളവർ കാണുമ്പോൾ ഭക്തി നിർഭരമായ ഒരു ജീവിതമാണ്, നാം ഏത് കാര്യം ചെയ്യുന്നതും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണോ? അങ്ങനെ ചെയ്താൽ നമുക്കതിനകത്ത് പ്രതിഫലം ഒന്നും കിട്ടുകയില്ല. സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടണം, അല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാം നിഷ്കളങ്ക മനസ്സോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനും. ദാവീദ് പറയുന്ന പോലെ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത്. കാരണം ആ പരിശുദ്ധാത്മാവാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, ശക്തീകരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ നാം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നാം എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരെ ദുഃഖിപ്പിക്കാതെ നാം എത്രമാത്രം കരുതി ജീവിക്കുമോ അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. നമ്മുടെ മറ്റ് പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വരുമ്പോൾ നാം ഓർക്കും നാം ദൈവസന്നിധിയിൽ നിർമ്മലരായി ജീവിച്ചത് കൊണ്ടോ അല്ലെ നമ്മുടെ വിശുദ്ധി കൊണ്ടോ ആണ് നമ്മെ ദൈവം പരിപാലിക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ പാടില്ല. നമ്മുടെ കൺമുൻപിൽ വരച്ചു കാട്ടുന്ന ഓരോ പ്രയാസങ്ങൾ അത് നമുക്കും ഏത് നിമിഷവും കടന്നു വരാം. എന്നാൽ അവർ നമ്മെക്കാരും പരിശുദ്ധ പാപികളായതുകൊണ്ടല്ല അതൊക്കെ അവർക്ക് നേരിട്ടത് എന്ന ചിന്ത നമ്മെ ഭരിക്കേണ്ടതുണ്ട്. നാം ചിന്തിക്കണം, അതെ ദൈവം അവരെ നമ്മളെ ഒന്ന് സ്പെയർ ചെയ്തില്ലേ, ഈ നിമിഷത്തേക്ക് നമ്മളെ ഒന്ന് സ്പെയർ ചെയ്തില്ലേ, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാം വേണ്ടത്. നമുക്ക് ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കാം. ദൈവാത്മാവിൽ നമ്മിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരശുദ്ധിനെ നമ്മിൽ കടന്നു വരാതെ, ഒരു അശുദ്ധിയും നമ്മിൽ കടന്നു വരാതെ എപ്പോഴും വിശുദ്ധിയോടുകൂടി ഒരു വിശുദ്ധനായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അമിതമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അളവില്ലാത്ത സ്നേഹത്താൽ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.